ചേട്ടാ എങ്ങനെ നല്ല പടം പോയി കാണുക. ഒന്നുമില്ല, രക്ഷയില്ലാത്ത പടം പോയി കാണുക. കഥയൊന്നുമില്ല, പോയി കാണുക. തരമൂർത്തി സമ്മതിച്ചു മക്കളെ കാണും പടം. എന്തൊരു മോഹൻലാൽ എന്ന് പറയുന്ന അല്ലല്ല വേറൊന്നുമില്ല എടുത്ത് പറയാനായിട്ട്. പടം നല്ല പടം എന്നാണ് എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. അതായത് പടം തുടക്കം ഇച്ചിരി സ്ലോബേനാണ്, എന്നാലും ഇന്റർമീഡിയേഷൻ പടം കയറി മൂവ് ആവും. പിന്നെ ഒരു നെഗറ്റീവ് വശമുണ്ട്, അത് വെച്ചിട്ട് ചിലപ്പോൾ പടത്തിന് നെഗറ്റീവ് വരാൻ സാധ്യതയുണ്ട്. അത് വേറെ ഒന്നുമല്ല, കണ്ടുപിടുത്ത ചില രീതികളിലൂടെയാണ് പടം വരുന്നത്. പക്ഷേ നല്ല രീതിയിലുള്ള ഒരു പ്രസന്റേഷനാണ്. തരുൺമൂർത്തിയുടെ ആ സംവിധാനം മികവ് ഇതിനകത്തുണ്ട്. എന്നാലും തരുൺമൂർത്തിയുടെ ബെസ്റ്റ് പടം എനിക്ക് പുള്ളിയുടെ ആദ്യത്തെ പടം തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. ലാലേട്ടൻ തന്നെയാണ്, പഴയ ലാലേട്ടനെ തിരിച്ചു കിട്ടിയിട്ടുണ്ട്. നമ്മളെ മുണ്ടുമടക്കി ലാലേട്ടൻ എല്ലാവർക്കും ഇഷ്ടം. കണ്ടുണ്ട് വെറുതെ സ്പോയിലേഴ്സ് ആയി പോകും. ഒരു ഫാമിലി ട്രാവലിലൊക്കെ പോയി കണ്ടു വെക്ക്, ഇറങ്ങുമ്പോൾ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആയിട്ട് ഇറങ്ങാൻ പറ്റും. പഴയ ആ ഒരു മോഹൻലാലിനെ വീണ്ടും ആ ഒരു പെർഫോമൻസ് കണ്ടതിന് സന്തോഷത്തിലാണ്. ഒരു രക്ഷയില്ല, പഴയ ലാലേട്ടനാണ് തിരിച്ചു കിട്ടിയത്. ലൂസിഫറിന് ശേഷം ഇത്രയും ഹാപ്പി ആയിട്ട് ഇറങ്ങുന്നത് ഈ സിനിമ തന്നെയാണ്. എങ്ങനെയുണ്ട് കോമഡിയൊക്കെ? പുള്ളിയുടെ മറ്റു മാനറിസങ്ങളും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഇതിൽ നമ്മൾ വിന്റേജ് ലാലേട്ടനാണ്, പഴയ ലാലേട്ടൻ എന്താണോ അതാണ് ഇതിൽ വന്നിരിക്കുന്നത്. പക്ഷെ പറഞ്ഞ സ്പോയിലേഴ്സ് ആയിപ്പോൾ അത് എല്ലാവരും പോയി കണ്ടുപിടിച്ചു. അപ്പൊ ഇനി ടിക്കറ്റ് കിട്ടാൻ പാടായിരിക്കും. കുറച്ചൊക്കെ ബ്രേക്കൊക്കെ, ഇനി കുറച്ച് ബ്രേക്കൊക്കെ എല്ലാം പൊളിക്കും, റെക്കോർഡൊക്കെ കുറച്ച് പൊളിയുണ്ട്. നല്ല പടമാണ്, സൂപ്പർ ഫാമിലി തന്നെ. ദൃശ്യത്തിന്റെ വേറെ ഒരു പടം കൊള്ളാം. നല്ല ആക്ടിങ് കിട്ടില്ലോ, നല്ല പടം. എങ്ങനെയുണ്ട് മോഹൻലാൽ? എങ്ങനെയുണ്ട്? കണ്ടിട്ടുണ്ടല്ലോ നമ്മളെ കാഴ്ചപ്പാടിലും നമ്മളെ ഇതിലും കൊലപാതകം അച്ഛനാണ് അടിപൊളി. കാരണം മോഹൻലാലിന്റെ അഭിനയ മുഹൂർത്തങ്ങൾ നമ്മൾ കിരീടത്തിലൊക്കെ കണ്ട അതേ ഇതുപോലെ അതിലും മേലെ ഇപ്പൊ നമ്മള് ഒരുപാട് സിനിമകൾ അതുപോലെ കണ്ടിട്ടുണ്ട്. അപ്പൊ ശരിക്കും നന്നായി നല്ല അഭിനയം എന്ന് പറഞ്ഞാൽ ശരിക്കും ജീവിക്കുകയാണ് ആ കഥാപാത്രമായിട്ട്. സെക്കൻഡ് ഹാഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഗംഭീരം. മോഹൻലാലിന്റെ ആ നല്ല അഭിനയത്തിന്റെ ഒരുപാട് മുഖം തന്മാത്ര ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്കുണ്ട് അത്തരത്തിൽ. പിന്നെ ചിലര് വിചാരിക്കും ഈ തുടരുമെന്ന് കേൾക്കുമ്പോൾ നമ്മളെ സത്യനന്ദിക്കാടിന്റെ ഒക്കെ ഒരു ഫിലിം പോലെയൊക്കെ തോന്നുന്നു. ആ രീതിയിൽ വരുന്നവരെ സംബന്ധിച്ച് അതൊന്ന് കുറച്ചുകൂടെ അത്തരത്തിലുള്ള ഒരു കഥയല്ല, കുറച്ചുകൂടെ മേളിലേക്ക് പോയി ഒരു കഥയാണ്. നല്ല ഗംഭീരമായിരുന്നു. ചുരുക്കി പറഞ്ഞു മോഹൻലാലിന്റെ ഒരു നല്ല ഗംഭീരമായ ഒരു എമ്പുരാൻ പോലെയുള്ള കഥാപാത്രങ്ങൾ മാത്രമല്ല, ഇത്തരത്തിലുള്ള കഥാപാത്രങ്ങൾ മോഹൻലാൽ വീണ്ടും പഴയ ആ കഥാപാത്രങ്ങൾ വീണ്ടും കൊണ്ടുവരാൻ മോഹൻലാലിനെ കൊണ്ട് കഴിയുമെന്ന് പ്രതീക്ഷിച്ചു. മോഹൻലാൽ ഇങ്ങനെ പറഞ്ഞു, പുറകൃഷ്ണൻ ഇങ്ങനത്തെ മോഹൻലാൽ കാണണം. അല്ലാതെ ഈ പഴയ സ്ഥിരം നല്ലൊരു പ്രസന്റ് ആയിട്ടുണ്ട്. എല്ലാ ക്യാരക്ടേഴ്സും കൊള്ളാം. പ്രൊജക്റ്റ് എന്നാലും നമുക്ക് മേക്കിംഗ് വൈസ് എല്ലാം കണ്ട കഴിഞ്ഞു പോകും. എങ്ങനെയുണ്ടായിരുന്നു സിനിമ? എങ്ങനെയുണ്ട് ലാലേട്ടൻ? എങ്ങനെയുണ്ടായിരുന്നു സിനിമ? അടിപൊളിയായിരുന്നു. നമ്മൾ കാത്തിരുന്ന ഒരു മോഹൻലാലിനെ തിരിച്ചു കിട്ടിയ സന്തോഷമുണ്ടോ? അല്ല, പെർഫോമൻസ് ഓറിയന്റഡ് സബ്ജക്ട് അല്ലേ ഇപ്പൊ വന്നിരിക്കുന്നത്? ലാലേട്ടൻ നിറഞ്ഞ ആളുകയായിരുന്നു. അടിപൊളിയല്ലേ? കോമഡി സീൻസ് ഒക്കെ ലാലേട്ടനാണോ ഫീലിംഗ് മൊത്തം? ഒന്നും പറയുന്നില്ല, സൂപ്പറാണ്. വിഷയം പടമാണ്. ഞാൻ എന്തായാലും ഇത്തരം 3-4 വട്ടം ഞാൻ ഒന്നും വിചാരിക്കാതെ പോയി കണ്ടത്. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. തരുൺമൂർത്തിയുടെ ഡയറക്ഷൻ ഒക്കെ എങ്ങനെയുണ്ട്? ലാലേട്ടൻ സൂപ്പർ ആയിരുന്നു. ഭയങ്കര രോമാഞ്ചമല്ലായിരുന്നു. അടിപൊളി. ലാലേട്ടന്റെ കുറെ കാലത്തിന് ശേഷമുള്ള സൂപ്പർ നന്നായിട്ടുണ്ട്. എന്താ പറയാ, മനസ്സ് നിറഞ്ഞു. സത്യം പറഞ്ഞാൽ പുള്ളി കുറെ നമ്മൾ തെറി വിളിക്കുന്നില്ല. ഈ മേക്കിംഗ് എന്നുള്ള ഓഫീസറായിട്ട് അഭിനയിച്ച ആളും നല്ലത്. പിന്നെ പേരെന്താണെന്ന് അറിയത്തില്ല കേട്ടോ, നന്നായിട്ടുണ്ട്. പിന്നെ മ്യൂസിക് ആയാലും ആ ഒരു പാട്ട് കുറച്ചുകൂടെ നേരത്തെ ഹിറ്റായല്ലോ അത്. പിന്നെ അവരെ പോകുമ്പോൾ എല്ലാം നന്നായിട്ടുണ്ട്. ഒരു ഫാമിലി ഇതാണ്. എന്നാൽ അതിനകത്ത് വലിയൊരു ത്രില്ലറുണ്ട്, പ്രതീക്ഷിക്കാത്തൊരു നന്നായി.